സഭാ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. നമുക്കതിന്റെ തത്സമയത്തിലേക്ക് പോകാം. കേരളത്തിൽ ഇതിനോടകം തന്നെ 2963 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതും അതിൽ 1374 വനിതകളാണ് സംരംഭകർ എന്നതും ഈ പദ്ധതിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് വിളിച്ചു തോന്നുന്നതാണ്. സാർ, എൻ്റെ ചോദ്യം, ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് അതോടൊപ്പം സബ്സിഡിയിൽ വലിയ കുറവ് വരുത്തി പലിശ കൂടുതൽ കുറവ് നൽകി ഈ പദ്ധതിയെ കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട CM. സർ, പദ്ധതിക്ക് നല്ല പ്രതികരണങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഭാവി എങ്ങനെ വികസിപ്പിക്കാൻ കഴിയുമെന്നൊക്കെയുള്ളത് കാലത്തിന് വിടാം നമുക്ക്. ഏതായാലും അതിനോടൊന്നും ഒരു നിഷേധാത്മക സമീപനം സർക്കാരിനില്ല. ശ്രീ എ. പ്രഭാകരൻ. സർ, ഈ പദ്ധതിയുടെ ആനുകൂല്യം സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. സർ, സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ 51 ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾക്കായി 69 കോടി രൂപ ഇതിനകം നൽകിയിട്ടുണ്ട്. 2026-27 ഇതേ രീതിയിൽ സഹായം നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യം നമ്പർ 2, ശ്രീ KK രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കെടുപ്പുകളും ജനസംഖ്യാ പ്രവചനങ്ങളും സംസ്ഥാനം അതിവേഗം നഗരവൽക്കരണത്തിൻ്റെ പാതയിലാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. 1991 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ 26.44% മാത്രമായിരുന്നെങ്കിൽ വെറും 20 വർഷത്തിനുള്ളിൽ 2011 സെൻസസ് അനുസരിച്ച് 47.22% ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ സെൻസസ് ടൗണുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവിലും അതിവേഗ നഗരവൽക്കരണത്തിൻ്റെ പ്രവണത വ്യക്തമായി കാണാവുന്നതാണ്. 2001 159 സെൻസസ് ടൗണുകളുടെ എണ്ണം 2011 3 ഇരട്ടിയിലധികം വർദ്ധിച്ച് 520 നിലവിൽ കേരളത്തിലെ നഗര ജനസംഖ്യ 60%-ലധികമാണെന്നും പലതരത്തിലുള്ള പ്രവചനങ്ങളുണ്ട്. ചില പ്രവചനങ്ങൾ 2035 ആകുമ്പോഴേക്കും 90% നഗര ജനസംഖ്യയാവുമെന്ന് പറയുന്നുണ്ട്. 2051 കൂടി 80%-ലേക്ക് എത്തും എന്നുള്ള പ്രവചനമുണ്ട്. കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ സ്വഭാവവും സങ്കീർണതയും പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിന് അനുസൃതമായും ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത 25 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് സമഗ്ര നഗര നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സർ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു നഗര നയം ആവിഷ്കരിക്കാൻ മുൻകൈയെടുത്തത്. അതിപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യം നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറും. സർ, 13 അംഗ കേരള നഗരനയ കമ്മീഷനെ ഇതിനുവേണ്ടി രൂപീകരിച്ചു. അക്കാഡമിക്, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഈ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ബെൽഫാസ്റ്റിലെ ക്യൂൻസ് സർവകലാശാലയിലെ പ്രൊഫസർ ശ്രീ M. സതീഷ് കുമാറാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നഗരാസൂത്രണ വിദഗ്ധർ, അതുപോലെ നഗരകാര്യ വിദഗ്ധർ എല്ലാം ഉൾപ്പെട്ട ഡോക്ടർ KT രവീന്ദ്രനെയൊക്കെ പോലുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട കമ്മീഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 21 അക്കാദമിക് സ്ഥാപനങ്ങൾ നടത്തിയ 32 ഹ്രസ്വകാല പഠനങ്ങളുടെയും 50-ലധികം സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനുകളുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഏതാണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ 2500-ലേറെ പേരുമായി ആശയവിനിമയം നടത്തിയിട്ട് കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 2024 ഒരു ഇടക്കാല റിപ്പോർട്ടും 25 മാർച്ചിൽ അന്തിമ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചു. താങ്ക് യു. ശ്രീ KK രാമചന്ദ്രൻ. സർ, രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുവെ കാണുന്നത് പോലെ ഗ്രാമത്തിലുള്ളവർ നഗരങ്ങളിലേക്ക് ചേക്കേറുകയല്ല, മറിച്ച് നഗരം ഗ്രാമങ്ങളിലേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനമാകെ നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടെ സജ്ജമാക്കുവാൻ എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടോ? അതിനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? മിനിസ്റ്റർ. സർ, ബഹുമാനായിട്ടുള്ള 3 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ സമ്മേളനം വീണ്ടും ചേരുകയാണ്. പ്രജിത്ത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, സഭ ഇന്ന് എത്തരത്തിലായിരിക്കുമെന്നാണ് കരുതേണ്ടത്? സ്വർണ്ണ കവർച്ച വിഷയങ്ങളുണ്ട്, മറ്റെന്തെല്ലാം കാര്യങ്ങളിന്മേലായിരിക്കും പ്രതിപക്ഷം ചർച്ച നടത്തുക? അതോടൊപ്പം സഭ പ്രക്ഷുബ്ധമാകാനുള്ള സാധ്യത കാണുന്നുണ്ടോ?
നിയമസഭാ വീണ്ടും ചേരുന്നത്. എന്തായാലും ചോദ്യോത്തരവേള ആരംഭിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവ് സ്വർണ്ണ വിഷയം ഉന്നയിച്ചു. കാരണം VM വാസവന്റെ രാജി ആവശ്യപ്പെട്ടു. അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിനുള്ള ഓഫീസിന്റെ സമ്മർദ്ദം ഉന്നയിച്ച് തങ്ങൾ സമരത്തിലാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് ആ സമരം നിയമസഭയ്ക്ക് മുന്നിൽ 2 MLA സത്യാഗ്രഹ സമരമായി അത് തുടരും. പ്രത്യേകിച്ച് നജീബ് കാന്തപുരവും അതോടൊപ്പം തന്നെ CR മഹേഷും ഇന്നു മുതൽ സഭയുടെ മുന്നിൽ സത്യാഗ്രഹം ഇരിക്കും, നൽകിയ രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ സഭാ നടപടികളുമായി പ്രതിപക്ഷം സഹകരിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് വീണ്ടും വാക്കുകൾ രാജിവെക്കുന്നതുവരെ സഭകളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതായിരുന്നു. സഭാ നടപടികളുമായി സഹകരിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഇന്ന് അതിൽ നിന്നൊരു മാറ്റം വന്നിരിക്കുന്നു. സഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. പക്ഷേ ശരി.